ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. ഇനി കാത്തിരിപ്പിൻ്റെ ദിനങ്ങളാണ്. നമുക്കറിയാം, ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും വലിയ മാമാങ്കത്തിന് തുടക്കമാകാൻ ഇനി വെറും 6 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പറഞ്ഞു വരുന്ന മറ്റൊന്നിനെക്കുറിച്ചുമല്ല, സെപ്റ്റംബർ 13 മുതൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയ ലീഗായിട്ടുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗ് തുടങ്ങാൻ പോവുകയാണ്. സെപ്റ്റംബർ 13 കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ഹോം ടീമായിട്ടുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും നിലവിലെ ISL ചാമ്പ്യന്മാരായിട്ടുള്ള മുംബൈ സിറ്റി FC-യുമാണ് ഇനാഗുറൽ മത്സരത്തിൽ അല്ലെങ്കിൽ ഉദ്ഘാടന പോരാട്ടത്തിൽ മുഖാമുഖം വരാൻ പോകുന്നത്. പുതിയൊരു സീസണ് മുന്നോടിയായി ഒരുപാട് നിയമങ്ങൾ അല്ലെങ്കിൽ പുതിയ റൂൾസാണ് ഇത്തവണ ISL സംഘാടകർ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കറിയാം, 13 ടീമുകളാണ് വരാൻ പോകുന്ന ISL സീസണിൽ മാറ്റുരയ്ക്കാൻ പോകുന്നത്. ഐ ലീഗിൽ നിന്നും പ്രൊമോഷൻ നേടിയെത്തിയ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഉൾപ്പെടെ 13 ടീമുകളാണ് പുതിയ ISL-ൽ മത്സരിക്കാൻ പോകുന്നത്. ഇത്തവണ ISL-ലെ നമുക്കറിയാം, ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ISL ഒരുപാട് നിയമവശങ്ങൾ, ഇപ്പോൾ റഫറിങ്ങിനെ സംബന്ധിച്ചാലും ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞ സീസണിലടക്കം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിനൊക്കെ പരിഷ്കരിക്കാൻ ഇത്തവണ 4 പുതിയ നിയമങ്ങൾ ISL സംഘാടകർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. വരാൻ പോകുന്ന ISL സീസണിൽ നമുക്കത് കാണാൻ സാധിക്കും. ആ നിയമങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെ ആയിരിക്കും കളിക്കളത്തിൽ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്? വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അപ്പോൾ ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. ഇത്തവണ ISL ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത ഫസ്റ്റ് റൂളാണ് ഇന്ത്യൻ അസിസ്റ്റൻറ്റ് കോച്ച്. നമുക്കറിയാം, 13 ടീമുകൾ അല്ലെങ്കിൽ പല ടീമുകളും ഹെഡ് കോച്ചസായിട്ട് ഫോറിൻ പരിശീലകരൊക്കെ ഉണ്ടായിരിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്ത റൂളാണ് അസിസ്റ്റൻറ്റ് കോച്ചമാരിൽ ഒരു ഇന്ത്യൻ സാന്നിധ്യം അത് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണമെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പോൾ ISL ഏറ്റവും ലേറ്റസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്ത റൂൾ എന്ന് പറയുന്നത്. എല്ലാ ടീമുകൾക്കും ഇന്ത്യക്കാരനായ ഒരു സഹപരിശീലകൻ നിർബന്ധമായിരിക്കണം. AIFF ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ്റെ പ്രൊഫഷണൽ ലൈസൻസോ അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതയോ ഉള്ള കോച്ചുമാരായിരിക്കണം ഇന്ത്യൻ അസിസ്റ്റൻറ്റ് കോച്ചുമാരായിട്ട് ടീമുകളിൽ വരാൻ പോകേണ്ടത്. ഒപ്പം ടീമിൻ്റെ ഹെഡ് കോച്ചസ് നമുക്കറിയാം, മോശം പ്രകടനത്തെ തുടർന്ന് കോച്ചുമാരെ പുറത്താക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ സീസണിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഇൻ്ററിം ഹെഡ് കോച്ചസായിട്ട് ഈ ഇന്ത്യൻ അസിസ്റ്റൻറ്റ് കോച്ചുമാരായിരിക്കണം ടീമിനെ പരിശീലിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ടീമിൻ്റെ ചുമതല ഏറ്റെടുക്കേണ്ടത്. രണ്ടാമത്തെ റൂളാണ്, ഒരു മത്സരത്തിൽ ഒരു കളിക്കാരന് റെഡ് കാർഡ് കിട്ടിയത് തെറ്റായ റഫറിങ് മൂലമാണെങ്കിൽ ആ ടീമിനത് അപ്പീൽ ചെയ്യാനുള്ള അവസരമുണ്ട്. മാച്ച് അവസാനിച്ച് 2 മണിക്കൂറിനകം ഇക്കാര്യം മാച്ച് കമ്മീഷണറെ അറിയിക്കണം. അതിൽ അച്ചടക്ക സമിതി അപ്പീൽ പരിശോധിക്കും. അതേസമയം അശ്ലീലമായ ഭാഷ ഉപയോഗിച്ചതിനാണ് പ്ലെയർക്കെതിരെ ആ റെഡ് കാർഡ് സസ്പെൻഷൻ വന്നതെങ്കിൽ അത് അപ്പീലിൽ പരിഗണിക്കില്ല. ഇതാണ് രണ്ടാമത്തെ റൂള്. മൂന്നാമത്തെ റൂളിലേക്ക് വരുവാണെങ്കിൽ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടാണ്. നമുക്കറിയാം, എല്ലാ ടീമിനും സബ്സ്റ്റിറ്റ്യൂഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. നോർമൽ സബ്സ്റ്റിറ്റ്യൂഷൻസിന് പുറമെ ഒരു കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് കൂടി ടീമിന് വേണമെങ്കിൽ കളിക്കളത്തിലിറക്കാം. ഒരു പ്ലെയർക്ക് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് പരിക്കേറ്റ് കളി തുടരാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ മാത്രമായിരിക്കും കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടിനുള്ള അനുമതി ആ ടീമിന് ലഭിക്കുക. അതേസമയം എതിർ ടീമിന് ഓപ്പണൻ ടീം കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എതിർ ടീമിന് അതേസമയം ഒരു അഡീഷണൽ സബ്സ്റ്റിറ്റ്യൂഷൻ അനുവദനീയമായിരിക്കും. ഇതാണ് മൂന്നാമത്തെ റൂള്. ഇനി നാലാമത്തെ റൂളിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം, ക്ലബ്ബുകൾക്ക് അവരുടെ നാട്ടിൽ വളരുന്ന 3 അണ്ടർ 23 കളിക്കാരെ നിലവിലുള്ള സാലറി ക്യാപ്പിൽ നിന്നും ഒഴിവാക്കാനാകും. ഇതാണ് ഏറ്റവും അവസാനത്തെ പുതിയ റൂളെന്ന് പറയുന്നത്. തുടർച്ചയായി 3 വർഷമെങ്കിലും ഒരേ ക്ലബ്ബുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു കളിക്കാരനെ ഹോം ഗ്രൗണ്ട് പ്ലെയറെ കണക്കാക്കും. ക്ലബ്ബുകൾക്കുള്ളിൽ യുവ പ്രതിഭകളുടെ വികസനവും നിലനിർത്തലും പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഈ നിയമം രൂപകൽപ്പന ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഹോം ഗ്രൗണ്ട് പ്ലെയേഴ്സ്, അതായത് അണ്ടർ 23 കളിക്കാരെ വേണമെങ്കിൽ അവരുടെ നാട്ടിൽ ഒരു ലോക്കൽ ബോയ്സ് അണ്ടർ 23 പ്ലെയേഴ്സിനെ വേണമെങ്കിൽ ഒരു ടീമിന് സാലറി ക്യാപ്പിൽ നിന്നും ഒഴിവാക്കാനാകും. ഇതാണ് ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പുതിയ സീസണിലേക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ISL സംഘാടകർ കൊണ്ടുവന്നിട്ടുള്ള 4 പുതിയ നിയമങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.